ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ വേ ഓഫ് സെൻ എന്ന പുസ്തകത്തിൻ്റെ സമ്മറിയാണ് ബൈ അലൻ വാട്ട്സ്. ഈ പുസ്തകത്തിൽ സെന്നിനെ പറ്റി വിശദമായി പറയുന്നു. ചില ബുദ്ധിസ്റ്റുകൾ സെന്നിനെ ആത്മസാക്ഷാത്കാരം, നിർവ്വാണം ഇവയുമായി ബന്ധിപ്പിച്ച് പറയുന്നു. പക്ഷേ ബുദ്ധിസവും സെന്നും വെവ്വേറെയാണ്. പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് സെൻ എന്നാൽ ബുദ്ധിസം. എന്നാൽ അങ്ങനെയല്ല. ഒരു ചൈനീസ് സന്യാസി സെൻ ചാവു ഇങ്ങനെ പറയുന്നു: ഓരോ നിമിഷവും പുതിയതാണ്, ഓരോ നിമിഷവും വ്യത്യസ്തമാണ്. അദ്ദേഹം പറയുന്നു, സമയവും സ്ഥലവും ഒന്ന് മറ്റൊന്നുമായി കണക്റ്റഡാണ്. ഓരോ നിമിഷവും വ്യത്യസ്തമാണ്. ഓരോ നിമിഷവും വ്യത്യസ്തമായതിനാൽ നമ്മൾ ആ ഒരു നിമിഷത്തിലാണ് ജീവിക്കേണ്ടത്. അതായത് പ്രസൻറ്റ് മൂമെൻറ്റിലാണ് ജീവിക്കേണ്ടത്. ഓരോ നിമിഷവും വ്യത്യസ്തമായതിനാൽ, അതായത് നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ അപ്രത്യക്ഷമാകുന്നു. അമിതമായ ചിന്ത, ഉത്കണ്ഠ, വിഷാദം ഇവയെല്ലാം പാസ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഭാവിയെപ്പറ്റിയുള്ള ചിന്തകളാണ്. എന്നാൽ ഈ നിമിഷത്തിൽ പ്രസൻറ്റ് മൂമെൻറ്റിൽ വളരെ കുറച്ച് ചിന്ത മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സെന്നിൻ്റെ മഹത്വപൂർണമായ ഫിലോസഫി ഇതാണ്: ഈ നിമിഷത്തിൽ ജീവിക്കുക. നമ്മൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ യാതൊരു ചിന്തകളുമില്ല, യാതൊരു ദുഃഖമോ ടെൻഷനോ ഇല്ല. ഇതാണ് സെൻ ഫിലോസഫി പറയുന്നത്. ഈ നിമിഷം, ഈ ഒരു നിമിഷം, മറ്റൊരു നിമിഷമില്ല. രണ്ടാമതായി സെൻ പറയുന്നു, ഞാൻ എന്നതിൽ നിന്ന് മുക്തമാകുക, സെൽഫിൽ നിന്ന് മുക്തമാകുക. നമ്മൾ നമ്മളെപ്പറ്റി എന്താണ് പറയുന്നത്? അവനവനെപ്പറ്റി എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ബി യുവർ സെൽഫ്, നമ്മൾ നമ്മളായിരിക്കുക. പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ എന്താണോ അതിനെ മറന്ന് മറ്റൊരാളായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, സന്തോഷത്തെ പുറമേ നിന്നും അന്വേഷിക്കുന്നു. എന്നാൽ സെൻ പറയുന്നു, നമ്മൾ എത്രത്തോളം സന്തോഷത്തെ പുറമേ അന്വേഷിക്കുന്നു അത്രത്തോളം ദുഃഖിതരാകുന്നു. നമ്മൾ ഭ്രാന്തന്മാരെ പോലെ സന്തോഷത്തെ അന്വേഷിക്കുന്നു, എന്നിട്ട് കൂടുതൽ നിരാശരാകുന്നു. സെന്നിനതറിയാം, സന്തോഷം, ജീവിതത്തിൻ്റെ അർത്ഥം, ഈ രണ്ട് കാര്യങ്ങളെ അന്വേഷിക്കുന്നത് സമയം വ്യർത്ഥമാക്കുന്നതാണ്. സെൻ കൂടുതലായി നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സെൻ ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് മുക്തമാകാനുള്ള ട്രിക്ക് പഠിപ്പിക്കുന്നു. അതായത് ഞാൻ എന്ന് കാണിക്കുന്ന, മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുന്നതിൽ നിന്ന് മുക്തമാകാൻ നിർദ്ദേശിക്കുന്നു. പലപ്പോഴും ആളുകൾ നിങ്ങളെ പല കാര്യങ്ങളുമായി ഐഡൻറ്റിഫൈ ചെയ്ത് സംസാരിച്ചേക്കാം. ഇവരങ്ങനെയാണ്, ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്, ഇവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഈ വ്യക്തി മോശക്കാരനാണ്, ഈ വ്യക്തി നല്ലവനാണ്, ഈ വ്യക്തി കറുത്തവനാണ്, ഈ വ്യക്തി വെളുത്തവനാണ്. ഇങ്ങനെ പല കാര്യങ്ങളുമായി നിങ്ങളെ മറ്റുള്ളവർ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖമോ നിരാശയോ ഉണ്ടായേക്കാം. ഇവൻ ഭാഗ്യമുള്ളവനാണ്, ഇവൻ ഭാഗ്യമില്ലാത്തവനാണ്, ഇവൻ സമ്പന്നനാണ്, ഇവൻ ദരിദ്രനാണ്, ഇവൻ കഴിവുള്ളവനാണ്, ഇവൻ കഴിവില്ലാത്തവനാണ്. ഇങ്ങനെ പല രീതിയിൽ ആളുകൾ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യും. പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളെ സ്വീകരിക്കുന്നു. എന്നിട്ട് സ്വയം വിശ്വസിക്കുന്നു, അതെ ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ നല്ലവനാണ്. നമ്മളെപ്പോഴാണോ ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന ഐഡൻറ്റിറ്റിയെ സ്വീകരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളെപ്പോഴാണോ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കുന്നത്, മാനസികമായി സ്വീകരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സെൻ നമുക്ക് മറ്റുള്ളവർ നൽകിയ ഐഡൻറ്റിറ്റിയിൽ നിന്ന്, അതായത് മറ്റുള്ളവർ നമുക്ക് മേൽ ചാർത്തിത്തന്ന വിശേഷണങ്ങളിൽ നിന്ന്, വ്യക്തിത്വങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള ട്രിക്ക് പഠിപ്പിക്കുന്നു. ഇതുവരെ ഞാൻ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഒറിജിനൽ സെൽഫല്ല. നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിനെയും ഞാൻ എന്ന് പറയുന്നു. അതേപോലെ നമ്മൾ പുറമേ നിന്ന് ലഭിച്ച ഐഡൻറ്റിറ്റികളിൽ ഞാൻ എന്ന് വിചാരിക്കുകയും അതാണെന്ന് വിശ്വസിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങൾക്ക് ചെറുപ്പത്തിലൊരു പേര് നൽകിയെന്നിരിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞാൻ ആ പേരാണ്. വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഈ ഫേക്ക് ഐഡൻറ്റിറ്റിയെ ഉപേക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സെൻ പറയുന്നു, ഞാൻ എന്നതൊരു സ്റ്റേറ്റാണ്. സത്യത്തിൽ ഞാൻ എന്നൊരു ഐഡൻറ്റിറ്റിയേ ഇല്ല. അതായത് ഓരോ നിമിഷവും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും വ്യത്യസ്തമാണ്. ഓരോ നിമിഷവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഞാൻ എന്നൊരു ഐഡൻറ്റിറ്റിയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി. ഉദാഹരണത്തിന്, ഒരു കുട്ടിയിൽ നിന്ന് യുവാവായി മാറുന്നു, യുവാവിൽ നിന്ന് വൃദ്ധനായി മാറുന്നു, പിന്നീട് മരണം സംഭവിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ ഓരോ നിമിഷവും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലാണെങ്കിൽ വ്യത്യസ്തമായ ചിന്തകൾ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെയും വ്യത്യസ്തത ഉണ്ടാകുന്നു.
പഴയ വിചാരങ്ങൾ ഇല്ലാതാകുന്നു, പുതിയ വിചാരങ്ങൾ ഉണ്ടാകുന്നു. ഭാവനയുടെ തലത്തിലും നമ്മളെല്ലായ്പ്പോഴും സന്തോഷത്തിലോ ദുഃഖത്തിലോ അല്ല. നമ്മുടെ ഭാവനകൾ, ഇമോഷൻസ്, ഫീലിങ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്ന ഐഡൻറ്റിറ്റി ചേഞ്ചബിളാണ്, വേരിയബിളാണ്, അത് ഫിക്സ്ഡ് അല്ല. 2 ദിവസം മുമ്പുള്ളതോ അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പുള്ള അനുഭവം ഇപ്പോഴില്ല. ഇപ്പോൾ മറ്റൊരനുഭവമാണ്. ഈ നിമിഷം മറ്റേതോ അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2 ദിവസം മുമ്പുള്ള അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പുള്ള ഞാൻ എന്നത് ചേഞ്ചായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മറ്റൊരനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സമയവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ മുമ്പുണ്ടായിരുന്ന സമയമല്ല ഇപ്പോഴുള്ളത്. ഓരോ നിമിഷവും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഞാൻ എന്ന ഐഡൻറ്റിറ്റി ഓരോ നിമിഷവും വ്യത്യസ്തമാണ്. വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നിമിഷം എന്ന് നമ്മൾ പറയുമ്പോൾ ആ നിമിഷവും കഴിഞ്ഞുപോയി. ഇപ്പോൾ പറയുന്ന ഈ നിമിഷം കഴിഞ്ഞ സെക്കൻഡിൽ കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ ഒരു നദിയിൽ നിങ്ങൾ കുളിച്ചിട്ട് വന്നു എന്നിരിക്കട്ടെ, ഇപ്പോൾ ആ നദിയില്ല. 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ കുളിക്കാൻ പോയ നദി ഇപ്പോഴവിടെയില്ല. പകരം മറ്റൊരു നദിയാണുള്ളത്. കാരണം ആ ജലം ഒഴുകിപ്പോയി. ഇപ്പോൾ അതിനു പകരം പുതിയ വെള്ളമാണ് വന്നിരിക്കുന്നത്. സെൻ പറയുന്നു, ഞാൻ എന്ന പല പല ഐഡൻറ്റിറ്റികളെ, അച്ഛൻ, അമ്മ, കുട്ടി, മകൻ, സഹോദരൻ, സഹോദരി, ഓഫീസർ, പ്യൂൺ, ഇങ്ങനെയുള്ള പല പല ഐഡൻറ്റിറ്റികളെ നമ്മൾ ഉപേക്ഷിക്കുകയും ഈയൊരു നിമിഷത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളിൽ നിന്നും സ്വതവേ മുക്തമാകുന്നു. ഇങ്ങനെ സെൽഫിനെ ഉപേക്ഷിച്ച് ഈയൊരു നിമിഷത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ വളരെയധികം സൂപ്പർ ചാർജ്ഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് നമ്മുടെ മുൻപിൽ വരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളെയും വളരെ ഈസി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ പൂർണ്ണമായി ആ ഒരു നിമിഷത്തിലെ അനുഭവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുകൊണ്ട് സെൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്രീഡം ആൻഡ് റിലീഫ്, സ്വാതന്ത്ര്യവും ആശ്വാസവും. അതുപോലെ തന്നെ സെൻ എന്ന കൺസെപ്റ്റിൽ നിന്നും മുക്തമാക്കുന്നു. കാരണം മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും സന്തോഷമായിരിക്കാനുള്ള ടെൻഷൻ ഉണ്ടാകുന്നു. ആ ഒരു ടെൻഷനിൽ നിന്നും സെൻ നമ്മെ മുക്തമാക്കുന്നു. ഞാൻ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, ഇങ്ങനെയുള്ള വ്യർത്ഥ ചിന്തകളിൽ നിന്നും മുക്തമാകുന്നു. സെൻ പറയുന്നു, സന്തോഷം മനസ്സിൻ്റെ അവസ്ഥയാണ്. ജീവിതത്തിൽ ലോ ഓഫ് പൊളാരിറ്റി, ധ്രുവീയത, 2 ധ്രുവങ്ങൾ എല്ലാത്തിലും ഉണ്ടാകുന്നു. ഈ നിയമം തീർച്ചയായും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിരിക്കുക എന്നത് സാധ്യമായിരിക്കുകയില്ല. ഏതുപോലെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ ദുഃഖത്തിൻ്റെ അനുഭവങ്ങളെയും സ്വീകരിക്കാൻ സെൻ പറയുന്നു. കാരണം അതൊരനുഭവം മാത്രമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് നിർത്തണമെന്ന് സെൻ പറയുന്നു. ഏതുപോലെ ചെമ്പരത്തിപ്പൂവോ റോസാപ്പൂവോ ആകണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുമില്ല. അത് അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ നമ്മൾ മിക്കപ്പോഴും മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ചെമ്പരത്തിപ്പൂവ് അതിൻ്റെ സ്ഥാനത്ത് സുന്ദരമാണ്, അതുപോലെ തന്നെ റോസാപ്പൂ അതിൻ്റെ സ്ഥാനത്ത് സുന്ദരമാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ അത് പുറമേ കാണിക്കുക, നാച്ചുറലായിരിക്കുക. ഇതാണ് സെൻ പറയുന്നത്. സെൻ പറയുന്നു, നമ്മുടെ ഭാവനകൾ എന്താണോ, ദുഃഖമായിക്കൊള്ളട്ടെ, ദേഷ്യമായിക്കൊള്ളട്ടെ, ശബ്ദമുണ്ടാക്കണമെന്നായിക്കൊള്ളട്ടെ, അത് ആ രീതിയിൽ തന്നെ വ്യക്തമാക്കുക. അതിനെ ഒളിപ്പിക്കുക, അടിച്ചമർത്തുക, ഇത് നൈസർഗികമല്ല. നമ്മുടെ എല്ലാ എക്സ്പ്രഷനും നാച്ചുറലായിരിക്കണം. നമ്മുടെ നാച്ചുറലായുള്ള ഫീലിങ്സിനെ വ്യക്തമാക്കുന്നതിലൂടെ നമ്മൾ നിർവ്വാണത്തിലേക്ക് പ്രവേശിക്കുന്നു. സെൻ എന്നാൽ നമ്മൾ എങ്ങനെയാണോ എന്താണോ ആ രീതിയിൽ സ്വയത്തെ അനുഭവിക്കുക. ഈ ഒരു പ്രക്രിയയിൽ നമ്മുടെ മനസ്സ് അത്ഭുതകരമായി ശാന്തമാകുന്നു, ആത്മാവ് ശാന്തമാകുന്നു. സെൻ നമ്മളോട് ലോകത്തെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും ആസ് ഇറ്റ് ഈസ്, എങ്ങനെയാണോ അതുപോലെ തന്നെ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതിൽ നമ്മളുടെ അക്സെപ്റ്റൻസ് ലെവൽ വർദ്ധിക്കുന്നു. ജീവിതത്തെ എങ്ങനെയാണോ അതേപോലെ തന്നെ സ്വീകരിക്കുന്നു. ലോകത്തിൽ നിന്നും സ്വയത്തിൽ നിന്നും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ വയ്ക്കുന്നില്ല, ആഗ്രഹങ്ങൾ വയ്ക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു, ശാന്തമാകുന്നു. ഏതുവരെ നമ്മൾ നമ്മുടെ സത്യമായ അനുഭവത്തെ സ്വീകരിക്കുന്നില്ല, അതുവരെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കില്ല. സെന്നിൽ മെഡിറ്റേഷൻ്റെ പ്രക്രിയയെ സാസൻ എന്ന് പറയുന്നു. ഈ മെഡിറ്റേഷനിൽ ശാന്തമായിരുന്ന് സ്വയത്തെ അനുഭവിക്കുക. ഈ മെഡിറ്റേഷനിൽ എനിക്ക് ശാന്തി ലഭിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഭിക്കും, ഇങ്ങനെ യാതൊരു ആഗ്രഹങ്ങളോ അപേക്ഷകളോ ഇല്ല. ഒരുപക്ഷെ മനസ്സിൽ വളരെയധികം കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതിനെ അറിയുക. അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തേണ്ടതില്ല. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന വിചാരങ്ങൾ നദിയിൽ ജലമൊഴുകുന്ന പോലെ ഒഴുകാൻ അനുവദിക്കുക. അതിനെ തടയേണ്ടതില്ല, അതിന് ദിശ നൽകേണ്ടതില്ല. നല്ല വിചാരങ്ങളാണ്, മോശം വിചാരങ്ങളാണ്, ഇങ്ങനെയുള്ള ലേവൽ നൽകേണ്ടതില്ല. മെല്ലെ മെല്ലെ വിചാരങ്ങൾ കുറയാൻ തുടങ്ങും.
തുടർന്ന് ശാന്തിയുടെ അനുഭവമുണ്ടാകും. നമ്മുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാവാൻ തുടങ്ങും. സെൻ പഠിക്കുന്നതിനുള്ള പ്രോസസ്സ് ഒന്നുമില്ല. നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ശാന്തമായിരിക്കുക, സ്വയത്തെ അറിയുക. ഇത് വളരെ എളുപ്പമാണ്. മെല്ലെ മെല്ലെ നമ്മുടെ അവയർനെസ്, ജാഗരൂകത വർദ്ധിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ സെൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതില്ല. നമ്മൾ 24 മണിക്കൂറും ഉറങ്ങിയും ജോലി ചെയ്തും ഭക്ഷണം കഴിച്ചും സെൻ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ജോലികൾ ചെയ്തുകൊണ്ടും സ്വയത്തെ അറിയുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു. എങ്ങനെയാണോ അതുപോലെ ഫീൽ ചെയ്യുന്നു. ബുദ്ധിസത്തെ ചൈനീസ് സന്യാസികൾ കൂടുതൽ എളുപ്പമാക്കി. അങ്ങനെ സെൻ ഉണ്ടായി. ബുദ്ധിസം പോലെ സെൻ ഒരു ധർമ്മമല്ല, സമ്പ്രദായവുമല്ല. സെൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഇതിൻ്റെ വേരുകൾ സ്വാതന്ത്ര്യത്തിലും ആശ്വാസത്തിലുമാണ്. സ്വയത്തെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കുക. അപ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി ഓരോ നിമിഷവും സഹജമായി അറിയാനും അനുഭവിക്കാനും സാധിക്കും. അങ്ങനെ ഞാൻ എന്ന ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ നിന്ന് മുക്തമായി റിയലായി എന്താണോ അതിനെ എക്സ്പ്രസ് ചെയ്യുക, പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുക. ഇതാണ് സെൻ. ഇതാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം. അങ്ങനെ ഞാൻ എന്ന റിയൽ സെൽഫിനെ എത്രത്തോളം വ്യക്തമാക്കുന്നോ, പ്രതിഫലിപ്പിക്കുന്നോ, അത്രത്തോളം നമ്മൾ കൂടുതൽ ക്ലീൻ ആകുന്നു. നമ്മുടെ ഫേക്ക് ആയിട്ടുള്ള ഐഡൻറ്റിറ്റികൾ, മാസ്കുകൾ ഇല്ലാതാകുന്നു. താമരപ്പൂ വിരിയുന്നത് പോലെ സെൻ നമ്മളെ പൂർണ്ണതയിലേക്ക് എത്താൻ സഹായിക്കുന്നു. സെന്നിൽ മന്ത്രങ്ങളോ മറ്റ് സമ്പ്രദായങ്ങളോ ഒന്നും തന്നെയില്ല. പകരം സെന്നിലുള്ളത് സെൻ കഥകളാണ്, സെൻ സ്റ്റോറീസാണ്. സെൻ സന്യാസിമാർ പറയുന്നത് സാസൻ, അതായത് സെൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് ലോജിക്കിനുപരിയായി പ്രവർത്തിക്കണം, ലോജിക്കിന് ഉപരിയായിരിക്കണം. മനസ്സിൽ ചോദ്യങ്ങളും തർക്കങ്ങളും ഇല്ലാതാകണം. ചോദ്യങ്ങൾ കൊണ്ടും തർക്കങ്ങൾ കൊണ്ടും സാസൻ്റെ, അതായത് സെൻ മെഡിറ്റേഷൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ലോജിക്ക് കൊണ്ട് സെൻ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അനുഭവങ്ങൾക്ക് ലോജിക്കില്ല. സെൻ അനുഭവങ്ങളുടെ സത്യതയിലൂടെയാണ് മുൻപോട്ട് പോകുന്നത്. എവിടെ രണ്ട് കാര്യങ്ങളുണ്ടോ അവിടെ ലോജിക്കുണ്ട്, ആഹത്തുണ്ട്. എന്നാൽ സെൻ അനാഹത നാദത്തെ കേൾക്കുന്നതിനുള്ള പ്രോസസ്സാണ്. ഇവിടെ ആഹത്തില്ല, പകരം അനാഹതം മാത്രമാണുള്ളത്. ഇവിടെയെല്ലാം ഒന്നാണ്, ഡ്യുവാലിറ്റി ഇല്ല. നമ്മുടെ എല്ലാവരുടെയും അനുഭവം ചെയ്യുന്ന മനസ്സ് ഒന്നാണ്. എപ്പോഴാണോ മനസ്സിൻ്റെ ദ്വന്ദ്ഭാവം ഇല്ലാതാകുന്നത്, അപ്പോൾ ആഹത്തിന് ഉപരിയായി അനാഹതത്തിൽ എത്തുന്നു. ആ ശബ്ദത്തെ നമ്മൾ കേൾക്കുന്നു, അനാഹതനാദത്തെ നമ്മൾ കേൾക്കുന്നു, അനുഭവം ചെയ്യുന്നു. ഇതാണ് നിർവാണം, സാക്ഷാത്കാരം, മോക്ഷം. ഇങ്ങനെ സെൻ വിശ്വസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതായിരുന്നു സെന്നിനെ പറ്റി അലൻ വാട്സ് എഴുതിയ പുസ്തകത്തിൻ്റെ സമ്മറി. താങ്ക് യു ഫോർ വാച്ചിങ്.